എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ മാനേജ്മെന്റുകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ. അനാവശ്യ സമരങ്ങളിൽ നിന്ന് മാനേജ്മെന്റുകൾ പിന്മാറണം. വർഷങ്ങളോളം നടപടികൾ സ്വീകരിക്കാതെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് വസ്തുതകൾ മറച്ചുവെക്കാനാണ്. വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകാനുള്ള ശ്രമം വിലപ്പോവില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതിൽ മാനേജ്മെന്റുകളാണ് വീഴ്ച വരുത്തുന്നത് എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. മാനേജ്മെന്റുകൾ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാതെ സർക്കാരിനെ പഴിചാരുന്ന സമീപനം ശരിയല്ല എന്നുള്ള നിലപാട് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ, തർക്കങ്ങൾക്കിടയിൽ ഒരു ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാകുന്നു എന്നത് പ്രധാനമാണ്. ഒരു സമവായം സാധ്യമാകാനുള്ള സാധ്യതയുണ്ടോ? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ? നേരത്തെ തന്നെ സർക്കാർ ഇതിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള വിവരം നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ചർച്ചയ്ക്ക് വിവിധ മാനേജ്മെന്റുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സർക്കാർ സ്വന്തം നിലയിൽ തന്നെ ജില്ലാ സമിതികളും സംസ്ഥാന സമിതികളുമെല്ലാം രൂപീകരിക്കുകയും പരാതികളുണ്ടെങ്കിൽ ജില്ലാ സമിതികൾക്ക് മുന്നിലോ സംസ്ഥാന സമിതികൾക്ക് മുന്നിലോ സമർപ്പിക്കാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രത്യേകിച്ച് നിയമസഭയിൽ മോൻസ് ജോസഫ് സബ്മിഷനായി വിഷയം കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയും വീണ്ടും വിവിധ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്, പക്ഷെ അതിലൊരു രാഷ്ട്രീയ മാനം കലർത്താൻ അനുവദിക്കില്ല. നിലവിൽ 2021 ഇത്തരത്തിലൊരു വിധി വരുന്നത്. അതായത് ഭിന്നശേഷി സംവരണം നടപ്പാക്കിയ ശേഷമുള്ള ഒഴിവുകൾ അംഗീകരിച്ചാൽ മതി എന്നുള്ള നിലപാട് കോടതിയാണ് സ്വീകരിക്കുന്നത്. 2021 ഈ കോടതി വിധി വന്ന ശേഷം ഇത്രയും വർഷവും എന്ത് നിലപാടാണ്, എന്ത് ക്രിയാത്മകമായ ഇടപെടലാണ് ഈ മാനേജ്മെന്റുകൾ, പ്രത്യേകിച്ച് സർക്കാരിനെ വിമർശിക്കുന്ന മാനേജ്മെന്റുകൾ സ്വീകരിച്ചത് എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രസ്താവനയിൽ പറയുന്നത്. പക്ഷേ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ അതിലൊരു രാഷ്ട്രീയ മാനം കലർത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വിമർശനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നും കൃത്യമായി ഈ പ്രസ്താവനയിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. രജിത്ത്, ഉമേഷ്, ഈ അധ്യാപകരെയും ജീവനക്കാരെയും ഒക്കെ നിയമിക്കാനുള്ള അധികാരം അത് മാനേജ്മെന്റുകൾക്കാണ്. സർക്കാർ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്ക് സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സമീപനം കൂടി സർക്കാരിനുണ്ടല്ലോ. അതിനിടയിലാണ് ഈ ചർച്ച എന്നതും പ്രധാനമാവുന്നു. ഉമേഷ്, തീർച്ചയായും ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലങ്ങളായി ഭിന്നശേഷി സംവരണം നടപ്പാക്കാതെ മാനേജ്മെന്റുകൾ സ്വന്തം നിലയിൽ ഈ അധ്യാപകരെ നിയമിച്ചു പോന്നിരുന്നു. എന്നാൽ ഭിന്നശേഷി നിയമനം നടക്കാത്ത സാഹചര്യത്തിൽ ആ ഭിന്നശേഷി കമ്മീഷൻ അടക്കം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ ഭിന്നശേഷി എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം കൃത്യമായി നടപ്പാക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭിന്നശേഷി സംവരണം മുൻകാല പ്രാബല്യത്തിൽ, അതായത് 2006 ശേഷമുള്ള നിയമനങ്ങൾ, 2016 ശേഷമുള്ള നിയമനങ്ങളിൽ മുൻകാല പ്രാബല്യം എന്നുള്ള നിലപാടെടുക്കുന്നത്. അതായത് ഈ 100 പേരെ നിയമിക്കുമ്പോൾ 3 പേർ ഭിന്നശേഷിക്കാരായിരിക്കണം എന്നുള്ള ഒരു നോംസ് ഉണ്ട്. അത് പാലിക്കാത്ത സാഹചര്യത്തിൽ അതിനുശേഷമുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.